ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കേട്ടിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന ജോബ് കാർഡിൽ പറഞ്ഞ കംപ്ലയിൻറ്റ് ജനറൽ സർവീസ്, അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, അതേപോലെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ചെക്കപ്പ്, റിയർ ബ്രേക്ക് ചെക്കപ്പ്, ഫ്രണ്ട് ഒരു അടി പോലെ കാണിക്കുന്നുണ്ട്, മിററിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രം മതി എന്ന് പറഞ്ഞ് വാട്ടർ സർവീസ് ചെയ്യണം. മിസ്സിങ് കൈ കൊടുക്കുമ്പോൾ വണ്ടി ഓഫ് ആവുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓഫ് ആവുന്നൊരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടില്ല, പക്ഷേ ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം കൊണ്ട് കാർബറേറ്ററിനകത്ത് വന്ന പ്രോബ്ലംസാണ്. അപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കുമ്പോഴൊരു റിസ്ക് ഉണ്ട്, അത് അറിഞ്ഞിരിക്കാം. കാരണം കാർബറേറ്റർ ഇപ്പോഴത്തെ പൊസിഷനിൽ നമ്മൾ അഴിച്ചു. ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് ഓവർഫ്ലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90%. അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റാൻ തയ്യാറായിരിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു കോമൺ കംപ്ലയിൻ്റാണ് ഈ പറഞ്ഞ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. എ ടു സെഡ് ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു 10 വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു 8 വണ്ടിയുടെയും, ഇപ്പോൾ യൂണിക്കോൺ ആണെങ്കിൽ കാർബറേറ്റർ മിസ്സിങ് കംപ്ലയിൻ്റായിട്ട് അഴിച്ചാൽ ഒരു 10 വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ അസംബ്ലി നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലം ഇപ്പോൾ ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒട്ടും പറ്റാത്ത കണ്ടീഷനിലൊന്നും ആയിട്ടില്ല വണ്ടി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഴിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്കിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു റിസ്ക് അതിനകത്തുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ, ആ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റാൻ തയ്യാറായിരിക്കണം. ആ ഒരു ടൈംസിൽ വേണം നമ്മളത് അഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് ആയിട്ടില്ല, പക്ഷേ ഇപ്പോഴത്തെ വണ്ടികളുടെ പ്രത്യേകത ആ ഒരു സ്റ്റേജിലേക്ക് വണ്ടികൾ വരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനൊരു കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചു എന്ന് കരുതാം. നമ്മൾ ഉപയോഗിക്കാൻ പോണ പെട്രോൾ ഈ സെയിം പെട്രോളാണ്. ഈ സെയിം കംപ്ലയിൻറ്റ് അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, 99% ഉണ്ട്. അതേപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ പോലും കംപ്ലയിൻസുകൾ വരുന്നുണ്ട് റിപ്പീറ്റായിട്ട്, പുതിയ കാർബറേറ്റർ വെച്ചിട്ടും. അപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ മൈൻഡ് ചെയ്യാണ്ട് വിടണമായിരിക്കും ബെറ്റർ. ചെറിയ മിസ്സിങ് കാണിക്കുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ കംഫർട്ടായിരിക്കില്ല, സ്വാഭാവികം. പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ പോണതായിരിക്കും കുറേ കൂടി ബെറ്റർ. ഞാൻ അതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. ഏകദേശം നമ്മൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് മെക്കാനിക് എന്ന നിലയിൽ നമ്മളോ സ്പെയർ പാർട്സ് തന്നെ കമ്പനി അതിന് ഉത്തരവാദിയല്ല. കാരണം എന്ന് വെച്ചാൽ ഈ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രോബ്ലം കൊണ്ട് വന്ന കംപ്ലയിൻ്റാണ് ഈ പറഞ്ഞ മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ. ഈ പ്രോബ്ലംസൊക്കെ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റ് ഈ പെട്രോളിൻ്റെ പ്രശ്നമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ കാർബറേറ്റർ അഴിക്കാം. ഞാൻ അതുകൊണ്ട് കാർബറേറ്റർ അഴിച്ചിട്ടില്ല. പെർമിഷൻ കിട്ടിയിട്ട് മാത്രമാണ് എന്തെങ്കിലും കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കുള്ളൂ. കാരണം കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90% കേട്ടോ. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കമ്പനി ലൈൻഡർ കിടക്കണേ, പുതിയ ലൈൻഡർ വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് തൽക്കാലം ബ്രേക്കിൻ്റെ ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. ബ്രേക്ക് ക്യാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. ചെയിൻ വലിയ പഴക്കമുള്ള ചെയിനല്ല, പുതിയ ചെയിനാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ്, ഇപ്പോൾ ഈ ചെയിൻ ലൂസായിട്ട് ചെയിൻ കവറിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയിൻ അടിക്കാൻ വരെ നോക്കി നിൽക്കരുത് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട്. 1000 കിലോമീറ്റർ ഓടുമ്പോൾ ഉറപ്പായിട്ടും ചെയിൻ ലൂസായിട്ടുണ്ടാവും. നമ്മൾ ചെയിൻ അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ചെയിൻ കയറ്റി ടൈറ്റ് ചെയ്യാം. അപ്പോൾ ചെയിന് കുറച്ച് ഓയിൽ, ഗ്രീസോ കാര്യങ്ങൾ എന്തെങ്കിലും ഇടും. അപ്പോൾ മഴയത്ത് നമുക്ക് ഓയിൽ കൊടുക്കണതാണ് ബെറ്റർ. അപ്പോൾ ഓയിൽ കൊടുക്കും. ഓയിൽ കൊടുത്ത് ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെയിൻ ലൈഫ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കുറച്ചും കൂടി ലൈഫ് ചെയിന് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ ഓടുമ്പോൾ ചെയിൻ പെട്ടെന്ന് ഓവർലാപ്പിംഗ് വരും. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചെയിൻ്റെ ലൈഫ് പകുതിയായിട്ട് കുറയും. സ്പോക്കറ്റിന് കംപ്ലയിൻറ്റ് വരില്ല, ചെയിൻ പെട്ടെന്ന് വലിഞ്ഞു പോകും. പക്ഷേ സ്പോക്കറ്റ് നിലനിർത്തിയിട്ട് പുതിയ ചെയിൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യലും നടക്കില്ല, മൊത്തത്തിൽ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ചെയിൻ്റെ മാക്സിമം ലൈഫ് ഉപയോഗിക്കാം. ഏകദേശം ഒരു 20,000 കിലോമീറ്ററൊക്കെയാണ് ചെയിൻ പുതിയത് ഇട്ടാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നേർ പകുതിയായിട്ട് കുറയും. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അഴിച്ച്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് കിടക്കണം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമുക്ക് ഇരിക്കുമ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണം. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ ഏകദേശം 9.90 അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല.
പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഫോർക്ക് ഓയിൽ സീൽ മാറ്റിയിട്ടാൽ മതി. പൈപ്പിന് അങ്ങനെ വേറെ ചെറിയ തേയ്മാനമുണ്ട്, എന്നിട്ട് ഇത് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. ഓയിൽ സീൽ മാറ്റി, ഡസ്റ്റ് സീൽ മാറ്റി, ഫോർക്ക് ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഹാൻഡിൽ ചെറിയൊരു അടി കാണിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ബെയറിംഗ് ആണ്, അത് കോൺസെപ്റ്റിൻ്റെയാണ് ആ ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിക്കണത്. അത് അടി മാത്രമല്ല, ഹാൻഡിൽ ചെറിയൊരു ടൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നോലെ നമ്മൾ അത് തന്നെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് അഴിച്ചിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മാറ്റി പുതിയ കോൺസെപ്റ്റ് സെറ്റ് ചെയ്യണം. അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൂടെ കോൺസെപ്റ്റിൻ്റെ കൂടി എസ്റ്റിമേറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് കാർബറേറ്റർ ക്ലീനിങ് പറഞ്ഞതുകൊണ്ട് കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെയും എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഈ രണ്ടും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം, അതായത് കാർബറേറ്ററിൻ്റെ കേസ് നോക്കിയിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കോൺസെപ്റ്റൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്യാം. ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ, വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മതി. കാരണം മെക്കാനിക്കൽ ഭാഗം നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല. ഈ പെട്രോളുമായി ബന്ധപ്പെട്ട കേസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയുന്നതിൻ്റെ കേസ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് കയറി പതുക്കെ ആ പ്ലേറ്റുമ്പോൾ ടച്ച് ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കൂട്ടത്തിൽ കിടന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ പുതിയ ഓയിലാണ് കിടക്കണത്, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും അത്യാവശ്യം നല്ല പുതിയ പ്ലഗ് കിടക്കണം, ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി, നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാം. കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ അനുസരിച്ച് വരുമ്പോഴത്തേക്കും വണ്ടി നമ്മളിപ്പോൾ കയറിയിട്ടുള്ളൂ. അപ്പോൾ നാളത്തേക്കാണ് വണ്ടി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. പ്രത്യേകിച്ച് ആ കാർബറേറ്ററിൻ്റെ കേസ് കൃത്യമായിട്ട് എടുത്തൊന്ന് പറയണം കേട്ടോ. നമ്മൾ എന്താ ചെയ്യണോ വേണ്ടതെന്നുള്ള ദിവസം ഒന്ന് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ അത് തൊടാണ്ടിരിക്കണമായിരിക്കും നല്ലത്. നോക്കിയിട്ട് എന്തെങ്കിലും പറയും. തീരെ പറ്റാത്തൊരു കണ്ടീഷൻ, വണ്ടി ഉപയോഗിക്കണം നിങ്ങളാണ്, നിങ്ങൾക്കത് കംഫർട്ടല്ല, ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാണ്ട് മാർഗമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോൾ അഴിക്കേണ്ടി വന്നാൽ എത്ര വരും എന്നുള്ള രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ ഇപ്പോൾ പുറമേ നിന്ന് നമ്മൾ അഴിച്ചിട്ടല്ല, അഴിക്കണേക്കാൾ മുമ്പ് ഒരു എസ്റ്റിമേറ്റ് ആക്കണമുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട് വരുന്നുണ്ടെങ്കിൽ അഴിക്കണ സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അഡീഷണൽ എസ്റ്റിമേറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.